Dear students, ARR related ഒരു adjustment ഉള്ള ഒരു problem നമുക്ക് ചെയ്യാം. Illustration 7, okay. Questionലേക്ക് ശ്രദ്ധിച്ചോളൂ. A Limited is considering the purchase of a machine for rupees 60,000. അപ്പോൾ A Limited വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസിഡർ ചെയ്യുന്നുണ്ട്. മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000, which is likely to yield following future benefits in the next 5 years. അപ്പോൾ ഈ പർട്ടിക്കുലർ മെഷീനിൽ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ വരുന്ന 5 ഇയേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ദ മെഷീൻ വിൽ ഹാവ് സാൽവേജ് വാല്യൂ ഓഫ് റുപ്പീസ് 10,000. സോ ദ മെഷീനറിയുടെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സിന് ശേഷം ഈ മെഷീനറി വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? റുപ്പീസ് 10,000 ആണ്. There is an increase in net working capital on account of purchase of the machinery by rupees 5,000. ഇനി ഇതിന് പുറമെ നമുക്കൊരു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്. എത്രയാണ്? ഈ മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ട്. എത്രയാണ്? 5,000. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്, സാൽവേജും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂയും തന്നിട്ടുണ്ട്. ഇനി പാറ്റ് തന്നിട്ടുണ്ട്. പാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. ഫോർ 5 ഇയേഴ്സ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ 5,000, സെക്കൻഡ് ഇയർ 8,000, തേർഡ് ഇയർ 10,000, ഫോർത്ത് ഇയർ 9,000 ആൻഡ് ഫിഫ്ത്ത് ഇയർ 8,000. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ്. Advising using ARR method whether the machine be purchased if the required rate of return is 25%. അപ്പോൾ ARR വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്വൈസ് ചെയ്യണം വെദർ നമ്മൾ ഈ മെഷീനറി പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എത്രയാണ്? ദാറ്റ് ഈസ് 25% അതിന് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം എന്നാണ് ഇവിടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നത്. എത്രയാണ്? നമുക്ക് മിനിമം 25% റിട്ടേൺ വേണമാണ്. ഈ മെഷീനറി 60,000 വാല്യൂല മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം 25% റിട്ടേൺ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ARRന്റെ ഫോർമുല നോക്കാം. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ ഫോർമുല എന്താണ്? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 5 ഇയേഴ്സ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഈ 5 ഇയേഴ്സ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ കാണേണ്ടത്. സോ 5 ഇയേഴ്സ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കാണാം. എങ്ങനെയാണ് നോക്കുക? ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഫസ്റ്റ് ഇയർ എത്രയാണ്? 5,000, സെക്കൻഡ് ഇയർ 8,000, തേർഡ് ഇയർ 10,000, ഫോർത്ത് ഇയർ 9,000 ആൻഡ് ഫിഫ്ത്ത് ഇയർ 8,000. സോ ഹോൾ എമൗണ്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് പറയുന്നത് എത്രയാണ്? 8,000. സോ വി ഗോട്ട് ആവറേജ് പ്രോഫിറ്റ് ആസ് 8,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. സോ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണണമെങ്കിൽ ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. സോ നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. ഈ ഫോർമുല വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ എത്രയാണ്? വാട്ട് ഈസ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്? 60,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇവിടെ എത്രയാണ്? 10,000. സോ 60,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 2 പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 5,000 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പറയുന്നത് എത്രയാണ്? 10,000. ഓക്കെ, സോ 60,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 50,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 25,000. സോ 25,000 പ്ലസ് 5,000 ചെയ്യുമ്പോൾ എത്രയാണ്? 30,000. 30,000 പ്ലസ് 10,000 ചെയ്തപ്പോൾ എത്രയാണ്? 40,000. So our average investment is how much? 40,000. Now we want to apply for the ARR formula. ARR formula എന്താണ്? Average annual profit divided by average investment. Average profit നമുക്ക് കിട്ടിയിട്ടുണ്ട്. What is the average profit? നമ്മളുടെ നോക്കൂ, 8,000 ആണ്. So 8,000 divided by average investment എത്രയാണ്? 40,000. So 8,000 divided by 40,000 into 100. So ARR എത്രയാണ്? 20%. 8,000 divided by 40,000 into 100 ചെയ്തപ്പോൾ നമ്മളുടെ ARR പെർസെൻറ്റേജ് എത്രയാണ്? 20%. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസിഷൻ എടുക്കണം വെദർ വി വോണ്ട് ടു ആക്സെപ്റ്റ് ദിസ് പ്രൊജക്റ്റ്. ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ മെഷീനറി പർച്ചേസ്
നമുക്ക് ഇവിടെ റിട്ടേൺ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 25% ആണ് റിട്ടേൺ നമുക്ക് ആവശ്യം. പക്ഷേ ഈ മെഷീനറിയിൽ നമുക്ക് എത്രയാണ് വരുന്നത്? 20%. സോ വെദർ വി വോണ്ട് ടു ആക്സെപ്റ്റ് ഇറ്റ്, നോ നീഡ്. ഓക്കെ, സോ അഡ്വൈസ് എന്താണ്? നോ, ദ മെഷീൻ ഷാൽ നോട്ട് ബി പർച്ചേസ് ആസ് ഇറ്റ്സ് ഓഫർ എ ലെസ് റേറ്റ് ഓഫ് റിട്ടേൺ ദാൻ ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ. എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനേക്കാളും കുറവായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? IRRയുടെ പെർസെൻറ്റേജ് കിട്ടുന്നത്. സോ നോ നീഡ് ടു ആക്സെപ്റ്റ് ദിസ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ മെഷീനറി നമുക്ക് എന്ത് ചെയ്യേണ്ട? നോ നീഡ് ടു പർച്ചേസ് ഇറ്റ്. ഓക്കെ.